അപ്പോൾ ശ്രീഹരിയും ഞാനും ശ്രീഹരിയുടെ കസിൻസും എല്ലാവരും കൂടെ ആയിട്ട് ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടിക്കാനത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന പ്ലേസാണിത്. ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തി ബാഗൊക്കെ കൊണ്ട് അകത്ത് വെച്ച് ഒന്നും സെറ്റിലായിട്ടില്ല. അപ്പോൾ എല്ലാവരും ആദ്യം നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ഗ്രൂപ്പ് സെൽഫി ഒന്നും എടുത്തിട്ടില്ല. ഒരു ഫോട്ടോ എടുക്കാമെന്നുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും. അതെ, ശ്രീഹരി സ്റ്റാൻഡൊക്കെ റെഡിയാക്കുവാണ്. എന്നെ കാണാൻ കൊള്ളാമോ? സൂപ്പറായിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് ഒരുങ്ങി വന്നതാ? അതെ. ആ ബാ. റോൾ നമ്പർ 1. ഇഷാൻ സെറ്റായാ? ഇഷാനെ ഫോട്ടോയ്ക്ക് ഒരുങ്ങിയാ? ബാ, ഓടി വാടാ. എടാ ഓടി വാടാ. എടാ ചമ്മാത് ഓടി വാടാ. ഒരു ഹായ് പറ. ഹായ്. അവന് ചമ്മലൊന്നുമില്ല. ഓരോരുത്തരും പല പല ഭാഗങ്ങളിൽ പല പല ജോലികളായിട്ട് ഇരിപ്പുണ്ട്. ഇതേ അടുത്ത സുന്ദരി സ്ലൈഡൊക്കെ വെച്ച് ഇതാ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇതേ ഫോട്ടോ എടുക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഒരാളും കൂടെ ഉണ്ടല്ലോ. എവിടെ? ആ ഇവിടെ. ഇല്ല 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 ഇല്ല, കൊള്ളാം. ഇതൊക്കെ ഞാൻ വരുത്തും. നമ്മുടെ ഫസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഇതെല്ലാം. ഇതേ ഇവിടെ സ്ട്രോബെറി ഉണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് ഇടയ്ക്കാണ് കണ്ടത്. ഇത് ആയി വരണേ ഉള്ളൂ. ഇത് ഇവിടെ ഒരെണ്ണം, ഒരു കുഞ്ഞി സ്ട്രോബെറി ആയിട്ടുണ്ട്. ആ ഇവിടെ ഒരെണ്ണം ആയി. നമുക്കിത് കഴിക്കാവോന്ന് അറിയില്ല. അവരോട് ചോദിച്ചിട്ടെടുക്കാം. ചോദിച്ചിട്ടെടുക്കാം. നമ്മൾ ഈ കാലത്തിനൊപ്പം സഞ്ചരിക്കണം എന്ന് പറയുന്ന പോലെയും അതുപോലെ തന്നെ എന്തോ നടുക്കടലിൽ പോയാൽ എന്തൊക്കെയോ പഴഞ്ചൊല്ലുകളുണ്ടല്ലോ. അതായത് നമ്മൾ എവിടെ പോയാലും അവിടുത്തതനുസരിച്ച് ജീവിക്കണം എന്ന് പറയല്ലോ. അതുകൊണ്ട് ഞാൻ തണുപ്പുള്ള സ്ഥലത്ത് വന്നതുകൊണ്ട് കാതിൽ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ കാതിലല്ല ഇരിക്കുന്നത്. അവിടെയൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. ഒരാൾ മാറുന്നു, അടുത്ത ആൾ എടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞാൻ ഈ ലൊക്കേഷൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇത് നമ്മുടെ വാഗമൺ കുട്ടിക്കാനത്തുള്ള സ്ട്രീം വ്യൂ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അവിടെയാണ് നമ്മൾ 1 ഡേ സ്റ്റേക്കേഷന് വേണ്ടി വന്നിരിക്കുന്നത്. വന്നിട്ട് കുറച്ച് നേരമൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഈവനിങ് ആയി. നമ്മളിവിടെ ഇച്ചിരി തണുപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു കട്ടൻ കുടിച്ചാലോ എന്ന് തോന്നിയിട്ട് കിച്ചണിൽ വന്ന് തപ്പിയപ്പോൾ ഇവിടെ പാത്രങ്ങളും ഉണ്ട്, തേയിലയും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ടൻ ഇടാനുള്ള പരിപാടിയിലേക്കാണ്. ചായപാത്രം ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് പറ്റത്തില്ല. നമ്മളൊരു 8-9 പേരുണ്ട്. അപ്പം നമുക്ക് വലിയൊരു ചരുവത്തിലിടാം. ഇതിലിടാം കട്ടൻ. ഓക്കെ. അച്യുത കട്ടനിടാൻ വന്നിട്ടുണ്ട്. 2 വാക്ക് അച്ഛൻ പറയുന്നതാണ്. കാപ്പി ഉണ്ട്. കാപ്പി വേണോ കട്ടൻ വേണോ? ചേച്ചി ദേ ഇവിടെ ചായ ഒക്കെ സെർവ് ചെയ്ത് തുടങ്ങി. ചായ കുടിക്കാൻ വരൂ. ചായ 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 വേണോ? ചായ വേണോ? വേണോ? തരൂല. ഇതുള്ളൂന് ചായ തരൂല. അമ്മ തരൂല. മേഴിക്ക് ചായ വേണോ? വിഷാന് ചായ വേണോ? ഓടിവാ. സൂക്ഷിച്ചെടുക്കണേ, കപ്പി തട്ടല്ലേ. ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പലരും ചാടി. നമ്മളങ്ങോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. കാണിച്ചു തരാം. ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇത്രയും നേരം കിടന്ന് കളിച്ച് കുളിച്ച് മുങ്ങി സ്വിമ്മിങ് പഠിച്ച് അങ്ങനെ അതെ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് ഇനി ഫ്രഷ് ആവാൻ വേണ്ടി പോവാണ്. എന്താണ്? കുളിക്കണം. കുറച്ചേരൊക്കെ കിടക്കാനേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്നും കയറിയിട്ടില്ല. അപ്പൊ നമ്മള് സക്സസ്ഫുള്ളി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. സുമി, ഒരു മിനിറ്റ് മൗനം പ്രാർത്ഥന.
ഒരു പരിപാടി തുടങ്ങുന്നതിനുണ്ട് ഈശ്വര പ്രാർത്ഥന നിർബന്ധമാണ്. ഇല്ല ഈശ്വര പ്രാർത്ഥന പാടാനായിട്ട് സുമീനെ ക്ഷണിക്കുകയാണ്. കുറഞ്ഞ വാക്കായിരിക്കണം. ഒരു ദേശസ്നേഹം, രാജ്യസ്നേഹം, ഈശ്വര സ്നേഹം. ഒരു രണ്ടുപേര് പാടി മതി. ഇല്ലെങ്കിൽ സുസ്മി ചേച്ചി പാടുന്നു. താഴെ മാറി നിന്നിട്ട് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ അക്ഷരത്തില് ഫെയർ ആയിട്ടുള്ള ഉത്തരം പറയണം. ഇപ്പം ആ കൊടുക്കുമ്പം വീട് എവിടെയെന്ന് അല്ല എന്തോന്ന് കഴിച്ചു നോക്കിയുമ്പോഴത്തേക്കും പച്ച കളറിലെ മുന്തിരി അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. കറക്റ്റ് ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ഫ്രൂട്ട് എന്തെങ്കിലും സാധനങ്ങൾ തന്നെ പറയണം. ഒരുപാട് നേരം ആലോചിച്ചിട്ടുണ്ടെന്ന് ഔട്ടാണ്. ഒരു 2-3 സെക്കൻഡ് കൊടുക്കാം. അങ്ങനത്തെ ഓക്കെ ചെറിയ ചേഞ്ച്. ല സുമിയുടെ അക്ഷരം ല. ഓക്കെ ലഡു. ലഡു കഴിച്ചപ്പോൾ ഉണ്ടായ ഫീൽ എന്താണ്? പോയി ഓക്കെ ഔട്ട് ടൈം ഔട്ട്. ഓക്കെ മാരക ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇവിടെ ഇല്ലാതെ പോയി കിട്ടില്ല വൈബ് സാധനം വന്നു. നിരഞ്ജന്റെ ഇവന്റെ അടുത്ത് എന്തെങ്കിലും ഇടാത്തോണ്ടാണ്. നിരഞ്ജനം എടുക്കാൻ പറ്റിയ ഒരു ഉപദേശം പറയാൻ പറഞ്ഞു. ഷാ വെച്ച് ചേച്ചി അപ്പോഴേ പറയണം എന്റെ അടുത്ത് ഷഡ്ഡിയുടെ അത് അല്ലേ ഷോൾ ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അതൊന്നും പറയണ്ട. എന്നെ വിളിക്കുക. അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ക്യാമ്പ് ഫയറിന്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ എല്ലാരും വന്നിരുന്ന് ചെറുതായിട്ടൊന്ന് ചില്ലടിച്ചിട്ടൊക്കെ ഇരിക്കാം. പിന്നെ എല്ലാരും കൂടെ കളിയാക്കുവാണ് കേട്ടോ. നിരഞ്ജൻ ചില്ല്. അതാണ് കേട്ടോ ക്യാമ്പ് ഫയറിന്റെ ആ ഒരു പ്ലേസ്. വിറകൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമ്മള് തീ ഒന്നും കത്തിക്കാൻ പോയില്ല. എന്തോ ഒന്ന് പറയണം പറഞ്ഞേ. അതുകൊണ്ടാ ഇനി ചില്ലടിക്കാൻ വേണ്ടി തയ്യാറായി വന്ന 2 പേരെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ചില്ലാണ്. 2 പേര് ഇവിടെ ഇരിക്കുന്നുണ്ടാ. ഇനി ബാക്കിയുള്ളവര് ഇവരൊക്കെ ഒരേ വൈബെന്നും പറഞ്ഞു വന്നതാണ്. പിന്നെ വേറൊരാളിതോ അവിടെ ഇപ്പൊ ഉണ്ട്. സുസ്മി ചേച്ചി എപ്പോ ഉറങ്ങണോന്നാണ് ചോദിച്ചത്. മതിന്നാ 16,500 രൂപയാണ്. ഇന്ന് ഉറങ്ങിയ വേസ്റ്റ് ആണ്. ചേച്ചി എന്തോ പറഞ്ഞായിരുന്നു. എന്തോന്ന് ചോദിക്കട്ടാ. നിന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് പറ. ട്രൂത്ത് ഓർ ഡെയർ. നീ ട്രൂത്ത് എടുത്ത് ഗേൾഫ്രണ്ടിന്റെ പേര്. ഞാൻ കമ്പ്യൂട്ടർ ആണെന്ന് തെളിയിച്ചാണ് പകുതി മീശ മേടിക്കും. ആ ഫോണൊന്നും നിങ്ങൾ തരുമോ? ഇവിടെ ഒരുത്തൻ കട്ട മെന്റലിസം കളിക്കുന്നുണ്ട്. അപ്പൊ അവനായിട്ട് കണ്ടുപിടിച്ചൊരു ഐറ്റം ഇവിടെ ഇറക്കാൻ വേണ്ടിയാണ് അവൻ. കാണിച്ചു തരാം. ആ ഓക്കെ നോക്കട്ടെ. നിന്റെ ഐറ്റം എവിടെ? സിമ്പിളാണ്, ചെറുതാണ്. സത്യസന്ധമായിട്ട് ഉത്തരം പറയാം. എന്റെ മനസ്സിൽ തോന്നുന്നു 10ന്റെയും 15ന്റെയും ഇടയ്ക്ക് ഒരു നമ്പർ മനസ്സിൽ വിചാരിച്ചു. സത്യസം ഞാൻ ഒരു നമ്പർ പറയും. അതാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയാം. 11 അവിടെ ഇരിക്കണോ? ഇടയ്ക്കുള്ള ഒരു സംഖ്യ മനസ്സിലായിരിക്കും. അതിന്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യ കറക്റ്റ് ഞാൻ പറയും. 11 12. അപ്പൊ അത് കേട്ട് അവിടെ നിന്ന് ഓരോന്നും കൊണ്ട് ഇവിടെ വന്ന മൊത്തം പാളിപ്പോ. മതിയായില്ലേ? എന്റെ വിചാരിച്ചോ. 1നും 10നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ മനസ്സിലായിരുന്നു. വിചാരിച്ചാ മൾട്ടിപ്ലൈ വെച്ച് 9.
900 മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2 ഡിജിറ്റ് നമ്പറിലേക്ക് ആ തമ്മിൽ ആടി തമ്മിലാടി അതും പോയി. ഓസ്കാർ അഭിനേതാവ്. സമയം 11:30 ആയിട്ടുണ്ട്. നമ്മൾ 1, 2, 3 ആൻഡ് മീ. അയ്യോ എന്നെ കാണുന്നില്ല. നമ്മൾ 4 പേര് മാത്രമാണുള്ളത്, ബാക്കി എല്ലാവരും ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മളും ഉറക്കം തന്നെ ആയിരിക്കും. അപ്പൊ രാവിലെ എനിക്കൊരു മണ്ടയിലൊരു ബെഡ് ഉണ്ടെന്നാണ് എന്റെ വിചാരം. ചെല്ലും പറയാതുണ്ടായില്ലേ, ഇല്ലെങ്കിൽ ഞാൻ ഊഞ്ഞാലും എല്ലാം കിടക്കേണ്ടി വരും. വിശാ കയ്യേറി എന്തോ. അപ്പൊ നാളെ രാവിലെ എണീറ്റിട്ട് കാണാം. അവൻ പക്ഷെ ചെറുക്കൻ എല്ലാരോടും ബൈ പറഞ്ഞ് ഉറങ്ങാൻ പോയ നമ്മള് ക്യാരംസിലെ പൗഡർ ഇട്ടോണ്ടിരിക്കുക. എനിക്കിത് കളിക്കാൻ അറിയത്തില്ല. എന്റെ കൂടെ ഇരിക്കുന്ന ആർക്കും ഇത് കളിക്കാൻ അറിയില്ല. നമ്മക്കൊക്കെ കളിക്കാതെ നമ്മളൊക്കെ പ്രോ പ്ലേയേഴ്സ് ആണ്. പ്രൊഫഷണൽ 100% പ്രൊഫഷണൽ. പക്ഷെ ഞാൻ ഓ വീണാട്. നമ്മുടെ സ്റ്റേ ഒക്കെ ഇവിടെ നല്ലതായിരുന്നു. ശരിക്കും നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല തണുപ്പ്. ഇപ്പോൾ ഏകദേശം 9:30 മണിയായി, എന്നിട്ടും തണുപ്പധികം പോയിട്ടില്ല. നമ്മളെല്ലാം രാവിലെയും കൂടെ ഒന്നും കൂടെ എണ്ണീട്ട് ഇവിടെയൊക്കെ നടന്നു. അവരൊക്കെ കുറച്ച് ദൂരമൊക്കെ പോയി. അവർ ഫോട്ടോ എടുക്കാനൊക്കെ എങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെ വന്നു. പിന്നെ വീണ്ടും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഇനിയിപ്പോൾ ഇതെല്ലാവരും കുളിച്ച് ഫ്രഷായി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമുക്കൊരു 2-3 മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ തന്നെ തേയിലത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ആകും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഇവർ തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ട് കേട്ടോ. നമ്മളോട് ചോദിച്ചാൽ എന്ത് വേണമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. നമുക്ക് അപ്പമുണ്ട്, പിന്നെ നമുക്ക് മുട്ടക്കറി ഉണ്ട്, പിന്നെ നമുക്ക് പുട്ടുണ്ട്, പിന്നെ നമുക്ക് കടലക്കറി ഉണ്ട്, പിന്നെ അത് വെറും പാത്രമാണോ? വീണ്ടും പുട്ടുണ്ട്. അപ്പം നമുക്ക് പുട്ടും മുട്ടക്കറിയുണ്ട്, പുട്ടും കടലക്കറിയുണ്ട് അല്ലേ? എന്താണെങ്കിലും കഴിക്കാം. എന്തല്ല രണ്ടും കഴിക്കണം. എല്ലാരും പറഞ്ഞതാ. നമ്മള് കറക്റ്റ് നമ്പർ പറഞ്ഞതനുസരിച്ചിട്ട് അവർ കൊണ്ടുവന്നു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് തളർന്നു വരുന്ന യൂട്യൂബറിനെയാണ് നമ്മൾ കാണുന്നത്. ഒന്നും കൊള്ളത്തില്ല, ഫോട്ടോഷൂട്ടൊന്നും കൊള്ളത്തില്ല. ഈ പിള്ളേർക്ക് എടുക്കാൻ അറിഞ്ഞൂടാ. നന്നായിട്ട് പോസ് ചെയ്തതാ. ഒരു 10 ഫോട്ടോസ് ഇൻസ്റ്റയിൽ വരും. ഇല്ല, ഒന്നും കൊള്ളൂലടാ. ഒരു വയലറ്റ് പൂന്തോട്ടത്തിനിടയ്ക്കുന്ന ഫോട്ടോ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഇട്ടിട്ടുണ്ടെന്ന്. പാപ്പം കഴിച്ചാ? ഇല്ലേ? പാപ്പ വാങ്ങിക്കാൻ പോവാം. പൈസ ഉണ്ടോ പാപ്പ വാങ്ങിക്കാൻ? ഇല്ലേ? ആര് തരും? ആര് തരും പൈസ? മാമി തരൂല. ആര് തരും? ശ്രീ തരുമെന്ന് ചോദിച്ചാണ്. ഞാൻ തരൂല. വരാൻ പറ. എന്തിനെ ഉടുപ്പിട്ട് തരാൻ പറ. ഉടുപ്പ് ഉരുട്ടാ വേണ്ടെന്ന് പറ. ഉരുട്ടാ വേണ്ട വേണ്ട. നമുക്ക് പോവാം. ടാറ്റ പോവാം. ടാറ്റ പോവാം. ടാറ്റ പോവാം. അങ്ങോട്ട് മാഞ്ഞോയാ? ഓ സൂപ്പർ. ചേച്ചി ഇതൊക്കെ മാച്ചോടേക്ക് ഓ അതൊക്കെ നിങ്ങതാ. തലമുടി കെട്ടിയെന്ന് പറ. മാമണ്ട എവർക്ക് മുടി. അപ്പം നമ്മൾ ഒരു ദിവസം ഇവിടെ ഫുൾ അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ആയിരുന്നു. റൂമല്ല, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാവർക്കും? അടിപൊളിയാണ്. നമ്മൾ വിചാരിച്ച് വന്നതിനേക്കാളും നല്ലൊരു വൈബും കിട്ടി. ക്ലൈമറ്റും നമ്മുടെ നാട്ടിലെക്കാളും കുറേ കൂടെ തണുപ്പുണ്ടായിരുന്നു. നല്ലോണം ഉറങ്ങാൻ പറ്റി. കുറച്ച് നേരം ഉറങ്ങിയുള്ളൂങ്കിലും അല്ലേ?
കറണ്ട് പോക്കും ചൂടും ഒന്നും ഇല്ലായിരുന്നു. എല്ലാരും കൊച്ചുങ്ങളെ ഉറക്കാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ആരെയും കണ്ടിട്ടില്ല. നമ്മൾ അവരെ കാത്ത് 1.5 വരെ ഇരുന്നു. അതെ അതെ. അപ്പൊ ശരി, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1-2 സ്ഥലത്തൂടെ പോകുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൽ പോകുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം അല്ലേ? അപ്പൊ വായോ. അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള വഴിയാണ്. അമ്മച്ചി കൊട്ടാരത്തിന്റെ ഗേറ്റ് കയറി കഴിഞ്ഞു. ഇവിടുന്ന് റൈറ്റും ലെഫ്റ്റും 2 വഴികളുണ്ട്. റൈറ്റിലോട്ട് പോണോ ലെഫ്റ്റിലോട്ട് പോണോ? റൈറ്റ്. നിരഞ്ജ പറയടാ ലൊക്കേഷൻ. എന്റെ ഇത് വെച്ച് നോക്കണേ ഇങ്ങോട്ടാണ്. എടാ ഇത് നമ്മൾ എങ്ങനെ പോയാലും തിരിച്ചു ഒരേ സ്ഥലത്ത് എത്തുള്ളൂ. ലൂപ്പിൽ കയറി നമ്മള്. അതാണ് കൊട്ടാരം. നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിന്റെ റോഡ് കയറിയിട്ട് ഇവിടെ ഒരു ഇങ്ങനെ തുളസിത്തറ ആയിരിക്കാനാണ് സാധ്യത. അവിടെ എത്തി. നമ്മുടെ മറ്റേ ലൂപ്പൊക്കെ പോലെ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ ഒരു വഴിയുണ്ട്, അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇത് ഏത് വഴി പോയാൽ കൊട്ടാരം കിട്ടുമെന്ന് അറിയില്ല. ഈ വഴി പോവുകയാണെങ്കിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്ന ഒരു വഴിയാണ്. ഇതിന്റെ ലൂപ്പ് എനിക്കറിയാം. ഇതിന്റെ ലൂപ്പ് ഞാൻ അയക്കും. ഇതുവഴിയാണെങ്കിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ സ്റ്റെപ്പാണ്. നമ്മൾ ഇതുവഴി പോവാനാണ് വിചാരിക്കുന്നത്. ഭയങ്കര ക്രീപ്പി സൗണ്ട് ആണ്. ശരിക്കുള്ള പ്രേതത്തിന്റെ വിളിയാണോ മൈക്കോ സെറ്റാണോ? മൈക്കാ അല്ലേ? അമ്മച്ചിയുടെ കലകളാണെന്നാണ് ചേച്ചി പറയുന്നത്. നമ്മൾ ഈ കൊട്ടാരത്തിന്റെ അകത്ത് കയറാൻ പോയതിനകത്തൊരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പൻ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫാമിലി ആയിട്ട് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. സോ നമ്മൾ വെയിറ്റിംഗിലാണ്. നിയമസഭ അമ്മ മറാണി 4 മാസം താമസം ഭരണപ്പെട്ട് 8 മാസം തിരുവനന്തപുരം. അമ്മ മറാണിന്റെ പേര് അതിലും അടച്ചിട്ട് നമ്മളെയൊക്കെ എവിടെ കൊണ്ടുപോകുന്നുണ്ട്. പുറകെ വരുന്നവർ മിസ്സാവാൻ സാധ്യതയുണ്ട്. ഇവിടെ മൊത്തം കാടാണ് കേട്ടോ അതിനകത്ത്. മൊത്തം പൊളിഞ്ഞു പോയി. അവിടെ പോകാൻ പറ്റില്ല. ഡൈനിങ് ഏരിയ ആയിരുന്നു അത്. ഡൈനിങ്ങും കിച്ചണും ഒക്കെ ആയിരുന്നു. അങ്ങോട്ട് അതെല്ലാം പൊളിഞ്ഞു കിടക്കുവാണ്. ഇവിടുത്തെ അമ്മച്ചി എന്ന് പറയുന്ന ആളുടെ സെർവൻസ് ഒക്കെ ഇവിടെയാണ്, ഈ റൂമിലാണ് സ്പെൻഡ് ചെയ്തിരുന്നതെന്ന്. നമ്മളിപ്പോൾ കയറുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അമ്മച്ചി കൊട്ടാരത്തിലെ അമ്മ മഹാറാണിയുടെ ബെഡ്റൂം. This is the bedroom and that is the bed. That is the bed. Bed എവിടെ? This is the bed where she slept. This is the another living area and there is also an entrance there. ഇല്ല, ഇവിടെ 3-4 എൻട്രൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അത് കയറാനായിട്ട്. ഈ അപ്പൂപ്പൻ കാണിച്ചതിലുപരി ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അത് പുള്ളി പറയുന്നില്ല. നമ്മൾ ഇറക്കി വിടാനായിട്ടുള്ള ശ്രമത്തിലാണ്. പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ പണ്ട് ഒരുപാട്. ശരി പോട്ടെ. എൻ്റെ പേര് ശ്രീഹരി കൃഷ്ണ. നമ്മൾ അവിടെ നിന്ന് സ്റ്റേജ് നടത്തുന്ന വണ്ടി പിടിച്ചല്ല, സ്വന്തം വണ്ടിയിൽ വന്ന് അപ്പോൾ പിന്നെ 100 രൂപയും കൊടുത്തിട്ട് അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു ഇവിടെ പ്രേതമില്ല മണ്ണാങ്കട്ടയില്ല, വല്ലപ്പോഴും വല്ല പുലിയോ ആനയും വരുമെന്ന്. ഇത് പക്ഷെ നമ്മൾ മാത്രമേ അറിയാവൂ. അതെ, നമ്മൾ ആരോടും പറയുന്നത്, നമ്മൾ ആരോടും പറയുന്നില്ല. ഇവരെല്ലാവരും പേടിപ്പിക്കാൻ ഒരു ഓഡിയോ വരെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതൊന്ന് കേൾപ്പിച്ചേ. അപ്പോഴത്തേക്ക് കറങ്ങി വന്നു കഴിഞ്ഞ് നമ്മൾ അപ്പോൾ പ്രേതമുണ്ട്, ഓഡിയോ കേൾക്കുന്നില്ല അവൻ്റെ യൂട്യൂബിൽ. അപ്പോൾ ഇവിടെ പ്രേതമുണ്ട്, അപ്പം പറഞ്ഞ് വിശ്വസിക്കേണ്ടവാ. ഇതല്ല ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ പേടിക്കാനായിട്ട് ഒരു സ്ഥലം ഇല്ലായിരുന്നു, ഒരു ചുമര് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം എത്തിയാൽ നമ്മൾ ഉടനെ ഇതിടുന്നു, പേടിപ്പിക്കുന്നു. നടന്നില്ല. ഇനിയിപ്പം ചുമ്മാ ഇവിടെ വെറുതെ ഇട്ടം കാണിക്കരുത്. ചേട്ടൻ്റെ ഒരു സാഹസമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. മരത്തിൻ്റെ മണ്ടയിൽ
ഞാൻ തല്ലിക്കൊന്നെന്ന് ആരും പറയല്ലോ, നീ ലൈവായിട്ട് കാണിച്ചോട്. അമ്മ പറഞ്ഞില്ലേ ഷൂ ആണെങ്കിൽ കുഴപ്പമില്ലേ. അത് ഞാൻ ഇടും. പാൻറ് പറ്റാത്തോണ്ടല്ലോ കേട്ടോ, പാൻറ് എടുക്കാവും. നമ്മൾ എവിടെ എത്തിയതുള്ളൂ? പാഞ്ചാലി മേടെന്ന് പറ. നമ്മൾ എവിടെ എത്തി? നമ്മള് അപ്പൊ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് വരുന്നത്. ഒരു മുട്ടക്കൊന്നാണോ തോന്നണം, നല്ല വെയിലുണ്ട് ഇവിടെ. നമ്മൾ ഈ മുട്ടക്കൊന്ന് കയറി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് തണലത്തിരുന്നിട്ട് കയറിയതിൻ്റെ ക്ഷീണം മാറിയിട്ട് അടുത്ത് പോകാൻ പറ്റും. വീട് പുതിയ കണ്ണാടി കാണിച്ചോളേ, സൂപ്പർ കണ്ണാടി ഇല്ലേ? അതെ. നമ്മളത് ഐസ്ക്രീം കുടിക്കുകയാണ്. നമ്മളിൽ പലരും ഐസ്ക്രീം കുടിക്കാൻ നമ്മളോടൊപ്പം ഇല്ല. പിള്ളേർക്ക് കുടിച്ചുകൂടാത്തതുകൊണ്ട് അവരൊക്കെ വേണ്ടാന്ന് പറഞ്ഞു പോയി. റെഡ് വെൽവെറ്റ് നല്ല സാധനം. ഇവിടെ എത്ര ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ, ടോയ് കാസ്, ആക്ച്വറി, വിർച്വൽ അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് പോകണം. ഇത് ആ മുട്ടക്കൊന്നിലാണ് കയറേണ്ടത്. അതാണ് ലാസ്റ്റ് വ്യൂ പോയിന്റ്. സോറി. നമ്മൾ വ്യൂ പോയിന്റിൽ പോയാടാ? ഇല്ല. എന്ത് വെയിൽ ആരെ കൊണ്ടും പറ്റില്ല, അത്രയ്ക്ക് വെയിൽ. നല്ല ദൂരം നടക്കാനും ഉണ്ട്, അത്രയും വെയിലും ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ നമ്മൾ പകുതിയിൽ വരെ നടന്നു റെസ്റ്റ് എടുത്ത് തിരിച്ചു പോവാം. അതല്ല, അടുത്തൊരു വെള്ളച്ചാട്ടം കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. എവന്റെ വെള്ളം നോക്കി പോയിട്ടാണ്. ചാർലിക്കുളത്തിലും വെള്ളമില്ലായിരുന്നു, പോയി സ്റ്റേ ചെയ്ത് അവിടെ തരുവിയും ഇല്ലായിരുന്നു. അടുത്ത ലാസ്റ്റ് വെള്ളം ഉണ്ട് എന്നുള്ള ഉറപ്പിൽ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ പലതും കാണിച്ചു തരാം. എവനെടുത്തിട്ട് പെരുമാറണം. നമുക്ക് നോക്കാം. ഓക്കെ. പാഞ്ചാലി മേടുന്ന് നേരെ വെള്ളച്ചാട്ടം കാണാൻ പോയവരാണ് ഈ കാറിൽ പല ഭാഗത്തൊക്കെ ഇട്ടിട്ട് ഉറങ്ങുന്നത് കേട്ടോ. മടിയൊന്നുമല്ല. നമ്മൾ വന്ന വഴിക്ക് ഒരു കൊച്ച് നമ്മളെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞ് എങ്ങോട്ട് പോകണം ഈ വഴി കൂടെ. ആ വഴിയാണെങ്കിൽ ഒരു പൊട്ടിപ്പൊളഞ്ഞ വഴി, കാറും വളയുന്നില്ല, വെള്ളവും ഇല്ല വെള്ളച്ചാട്ടത്തില്. എടാ വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലം അവിടെ ഉണ്ട്, വെള്ളം ചാടുന്നില്ലായിരുന്നു. വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം രണ്ട്. പിന്നെ അതിന്റെ ആ സ്ഥലം നമ്മൾ കണ്ടുവരണ വഴിക്ക് അങ്ങനെ. പിന്നെ ഇന്നലെ തൊട്ട് ഫുൾ പരിപാടി ഫ്ലോപ്പായ സ്ഥിതിക്ക് നിരഞ്ജന്റെ ഒരു അഡ്വൈസും കേൾക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ടാറ്റ പറഞ്ഞോ. ടാറ്റ 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 ഇഷാൻ ടാറ്റ പറഞ്ഞു. ശ്രീഹരി